അപ്പോൾ ഇന്നൊരു നെസ്റ്റോ വ്ളോഗാണ്. അപ്പം നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പോവാം. സോ ഫൈനലി വീട്ടിൽ നിന്ന് ഇറങ്ങി. പ്രത്യേകിച്ച് പ്ലാൻ ചെയ്ത ഷോപ്പിംഗ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ വീക്കിലി പർച്ചേസ് ചെയ്യുന്ന സെയിം സാധനങ്ങൾ തന്നെയാണ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീടൊക്കെ ലോക്ക് ചെയ്ത് നേരെ കാറിലേക്ക് പോയി. ഭയങ്കര ചൂടാണ് കേട്ടോ. നമുക്ക് സാധാരണ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഒരു ചെറിയ തണുപ്പ് വരില്ലേ, പക്ഷെ UAE-ലുള്ളവർക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ഈ ചൂടുള്ളത് എന്നുള്ളത്. നമ്മൾ ഈ എന്താ പറയാ, തീയൊക്കെ ഇട്ടിട്ട് തീയിന്റെ അടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ആ ഒരു ചൂടടിക്കില്ലേ, അടുപ്പിന്റെ അടുത്ത്, അങ്ങനെ അങ്ങനെ ആ തീയിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ചൂടിട്ടില്ല നമുക്ക്, ആ സെയിം ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര ചൂടാണ്. ഈ സമയത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റൂല. പക്ഷേ ഇന്നലെ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് എന്നും ഫ്രൈഡേ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നലെ കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ പോണേ. എന്തെങ്കിലും ഞം കഴിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ പോയിട്ട് സാധനം വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. വാങ്ങിക്കാം. എനിക്ക് ഗ്രോസറി ഷോപ്പിംഗ് നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം വീട്ടിലേക്കുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരുമിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവും. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ്സ് തന്നെയാണ് കൂടുതലും വാങ്ങാറുള്ളത്. ഒരിക്കലും നമ്മൾ ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ അത് റിപ്പീറ്റ് തന്നെ ചെയ്യും കേട്ടോ. ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആവും. അല്ലെങ്കിൽ ഓരോ ഏരിയയിലും കയറി ഇറങ്ങി സമയം പോകും. കാരണം ഗ്രോസറി ഷോപ്പിനൊക്കെയാണ് പോയതെങ്കിലും എനിക്കുള്ള എന്തെങ്കിലും സ്കിൻ കെയർ വാങ്ങാതെ എനിക്ക് ഉറക്കം വരില്ല. അപ്പം ഞാൻ അതും കൂടെ നോക്കായിരുന്നു കേട്ടോ. എല്ലാ വീക്കിലൊന്നും ഫിഷൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. ഫിഷ് എന്താ വാങ്ങിക്കാത്ത വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ, ഹസ്ബൻഡ് കഴിക്കില്ല, പുള്ളി വെജിറ്റേറിയൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് മാത്രം ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര മടിയാവും. ചിലപ്പോൾ അത്ര ക്രേവിങ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിക്കനോ അല്ലെങ്കിൽ ഫിഷോ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാക്കും. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല. എനിക്ക് വെജ് ആയാലും കുഴപ്പമില്ല. ഇവിടെ തിന്നാനുള്ളൂ. അതെ, ഹസ്ബൻഡ് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരൊറ്റ ടൂണയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആൾക്കാർ പറയില്ലേ, ഇവക്ക് എന്താ നാണോ മാനോ ഇല്ലേന്ന് പറയില്ലേന്നാ പറയണ. എപ്പോഴും ഡേറ്റ് നോക്കി എടുക്കണം. അതെ, അത് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. പാക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഞാൻ എപ്പോഴും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ടേ വാങ്ങിക്കാറുള്ളൂ. അത് ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിങ്ങനെ ശീലാക്കി കൊണ്ടുവന്നു. നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ റെഗുലറായിട്ട് സെയിം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെയാണ് നമ്മൾ വാങ്ങിക്കുക കേട്ടോ. നമ്മളതിന് ഡീവിയേറ്റ് ആവാറില്ല. കാരണം നമുക്കറിയാമല്ലോ ഓരോ ദിവസം എന്താ ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ഗസ്റ്റ് എന്തെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ആ സമയത്ത് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും വാങ്ങിക്കും. അല്ലാതെ നമ്മൾ ഫുൾ റെഗുലറായിട്ട് സെയിം ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങിക്കാറ്. നിങ്ങൾ എങ്ങനെയാണ് ഷോപ്പ് ചെയ്യാറ്? നിങ്ങളൊരു ലിസ്റ്റ് ഇട്ടിട്ടാണ് ഷോപ്പ് ചെയ്യാറ്? ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിലൊക്കെ സാധനങ്ങൾ കഴിയുമ്പോൾ അച്ഛനാണ് പോയിട്ട് വാങ്ങിക്കാറ്, അല്ലെങ്കിൽ എൻ്റെ ബ്രദറാണ് പോയിട്ട് വാങ്ങിക്കാറ്. എല്ലാ വീട്ടിലും ഒരുവിധം അങ്ങനെയായിരിക്കും. അച്ഛനോ അല്ലെങ്കിൽ ആങ്ങളമാരൊക്കെ ആയിരിക്കും പോയി വാങ്ങിയിട്ട് വരിക. പക്ഷെ അവർ വാങ്ങുമ്പോൾ ഒരുപാട് സാധനം കൊണ്ടുവരില്ലേ നമുക്ക്. പിന്നെ നമ്മൾ സാധനം കാണുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക, ഇന്ന് ഇത് ഉണ്ടാക്കാം അതുണ്ടാക്കാം. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാട്ടോ. അപ്പോൾ ഇപ്പൊ പിന്നെ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ എല്ലാവരും പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യണ കാര്യം, ഇപ്പം ഞങ്ങൾ ദുബായിൽ ഫോളോ ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീക്കിലേക്ക് നമുക്ക് എന്തൊക്കെയാണോ ആവശ്യം ആ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിക്കാറ്. അതിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് വീക്കിലെ പർച്ചേസിലാണ് നമ്മളത് ആഡ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വാങ്ങാനുള്ളത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ നെസ്റ്റോ ഷോപ്പിംഗ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളതും കൂടെ പറയണേ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാം. അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.